ഇന്നത്തെ ഗോസ്പലിൽ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. ഫിലിപ്പോസിൻ്റേതാണ് ആ ചോദ്യം. ചോദ്യം ഇതാണ്: കർത്താവേ, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരോ? ഇത് ഫിലിപ്പോസിൻ്റെ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം കുറേയധികം യേശു പിതാവിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. കേട്ടതൊക്കെ വളരെ മനോഹരമായ വാക്കുകളാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് പിതാവ് പിതാവെന്ന് യേശു പറഞ്ഞ് ഈ പിതാവിനെ ഒത്തിരി കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്തതിന് ശേഷം ആ പുത്രനോട് കൂടെ എന്ന ശിഷ്യൻ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരോ? ഞങ്ങൾക്കത് മതി. ഇത്രത്തോളം നിഷ്കളങ്കമായി ചോദിക്കാൻ തക്ക വിധത്തിൽ യേശു തൻ്റെ പിതാവിനെ ഈ ഭൂമിയിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പഴയ നിയമ കാലഘട്ടത്തിലൊക്കെ ഇടിമിന്നൽ സംസാരിച്ച ദൈവം, പ്രവാചകന്മാർ വഴി സംസാരിച്ച ദൈവം ഒടുവിൽ വളരെ സിമ്പിളാണെന്നും വളരെ ബ്യൂട്ടിഫുൾ ആണെന്നും വളരെ സ്നേഹമുള്ളൊരു പിതാവാണെന്നൊക്കെ മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ചപ്പോൾ അവർക്കിഷ്ടപ്പെട്ടു. അത്രയും കാലം അങ്ങനെയൊന്നും ആയിരുന്നില്ല അവർ ദൈവത്തെക്കുറിച്ച് കേട്ടത്, അങ്ങനെ ആയിരുന്നില്ല മനസ്സിലാക്കിയത്. പക്ഷേ യേശു അവതരിപ്പിച്ച രീതി മുഴുവനായിട്ട് അങ്ങ് മാറി എന്നുള്ളതാണ്. പുതിയൊരു ഡൈമെൻഷനിൽ യേശു തൻ്റെ പിതാവിനെ അവതരിപ്പിച്ചു. ഈ പിതാവ് എന്നുള്ള വാക്ക് തന്നെ അവർക്ക് പുതിയൊരു വാക്കാണ്. അവരങ്ങനെയൊന്നും കേട്ടിട്ടില്ല, അങ്ങനെയൊന്നും അവർ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ കുറേയധികം കഴിഞ്ഞപ്പോഴാണ് ഫിലിപ്പോസ് ചോദിക്കുന്നത്, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരോ? ഇങ്ങനെ കേട്ട് 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 വലിയ ഇഷ്ടം തോന്നിയ ഒരാളായി മാറി ഫിലിപ്പോസിന് ദൈവമെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, എനിക്ക് തോന്നുന്നു യേശു ഈ ഭൂമിയിൽ വിജയിച്ചത് അവിടെ വച്ചാണ്. ഒരാളെക്കുറിച്ച് പറഞ്ഞ് മറ്റുള്ളവർക്ക് അയാളോടൊരു ഇഷ്ടം തോന്നിപ്പിച്ചു. ഞാൻ ചിന്തിക്കുന്നത്, എന്തുമാത്രം യേശുവിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ട്. എന്നെ ഒത്തിരിയധികം ഈ ഒരു വചനഭാഗം ചലഞ്ച് ചെയ്യുന്നുണ്ട്. കാര്യം ഒരു പുരോഹിതനായതുകൊണ്ട് തന്നെ കഴിഞ്ഞ 4 വർഷത്തിനകത്ത് എന്തുമാത്രം പ്രാവശ്യം ഞാൻ യേശുവിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, എന്തുമാത്രം വ്യത്യസ്തമായ രീതിയിൽ ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും ഞാൻ പറയുന്ന കേട്ട് എത്ര പേർക്ക് ആ പിതാവിനെ കാണണമെന്നും ആ പിതാവിനോട് കുറച്ചും കൂടി അടുക്കണമെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ആർക്കെങ്കിലും പിതാവിനോട് ഇഷ്ടം തോന്നിയിട്ടില്ല എങ്കിൽ പിന്നീട് ഞാൻ പറയുന്ന വാക്കുകളൊക്കെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പോലെ മുഴങ്ങുന്ന ചീങ്ങിലയോ ചിലമ്പുന്ന കൈത്താളമോ മാത്രമായി പോവില്ലേ? എനിക്ക് തോന്നുന്നു എന്നെ കേൾക്കുന്ന ജ്ഞാനസ്ഥാനം സ്വീകരിച്ച ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്: നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെക്കുറിച്ചുള്ള കാര്യത്തിൽ അയാളോട് ആർക്കെങ്കിലുമൊക്കെ നമ്മൾ കാരണം ഒരിഷ്ടം തോന്നുന്നുണ്ടോ? നമ്മൾ കാരണം ആ ദൈവത്തോട് കൂടുതൽ അടുക്കണമെന്നും സ്നേഹിക്കണമെന്നൊക്കെ തോന്നുന്നുണ്ടോ? അങ്ങനെ ഇതുവരെ ഒരാളെയെങ്കിലും നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെറും അക്ഷരങ്ങളും വാക്കുകളും മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ആ വാക്കുകൾക്ക് ജീവനില്ല, ജീവിതവുമില്ല. വളരെയധികം ചലഞ്ച് ചെയ്യപ്പെടുത്തുന്ന യേശുവിൻ്റെ ഈ ഒരു ഇൻ്റർവെൻഷൻ എന്നെ കുറച്ചും കൂടി ചലഞ്ച് ചെയ്യിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരെയും ഈ ഒരു വചനഭാഗം ചലഞ്ച് ചെയ്യട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വഴികാട്ടിയാകുന്നു വഴുതാതെ ധരണിയിലൂടെ എന്നും താങ്ങി നടത്തുന്നു. ഞൊടിനേരം മാത്രമുള്ളിൻ ജീവിതത്തിലെ വഴികാട്ടിയാകുന്നു. വഴുതാതെ ധരണിയിലൂടെ എന്നും താങ്ങി നടത്തുന്നു. കഷ്ടപ്പാടേറെ ഏറ്റെങ്കിലും കഷ്ടമേറ്റവനെന്നും താങ്ങിയിടുന്നു. കഷ്ടപ്പാടേറെ കഷ്ടമേറ്റവനെന്നും താങ്ങിയിടുന്നു. ഞൊടിനേരം മാത്രമുള്ളിൻ ജീവിതത്തിലെ വഴികാട്ടിയാകുന്നു. വഴുതാതെ ധരണിയിലൂടെ എന്നും താങ്ങി നടത്തുന്നു.
നയിക്കുമെന്നെ. ഞൊടി നേരം മാത്രമുള്ളിൻ ജീവിതത്തിലെ വഴികാട്ടിയാകുന്നു വഴുതാതെ ധരണിയിലൂടെ നീ എന്നും താങ്ങി നടത്തുന്നു നീ. ഒരു നാളും പറ്റാത്ത ജീവന്റെ ഉറവയാലെ ദാഹം ശമിപ്പിച്ചു നീ. അകതാരിലാശ്വാസ തിരുനാളമായി എൻ്റെ ഒളിയായി മാറുന്നു നീ. ഒരു നാളും വറ്റാത്ത ജീവന്റെ ഉറവയാലെ ദാഹം ശമിപ്പിച്ചു നീ. അകതാരിലാശ്വാസ തിരുനാളമായി എൻ്റെ ഒളിയായി മാറുന്നു നീ. അഴലിലായാലും അതിമോദത്തിലും അലിവോടണഞ്ഞു ചേരും പൊതിയുന്ന സ്നേഹമേകും. അഴലിലായാലും അതിമോദത്തിലും അലിവോടണഞ്ഞു ചേരും പൊതിയുന്ന സ്നേഹമേകും. പൊതിയുന്ന സ്നേഹമേകും. ഞൊടി നേരം മാത്രമുള്ളിൻ ജീവിതത്തിലെ വഴികാട്ടിയാകുന്നു നീ. വഴുതാതെ ധരണിയിലൂടെ നീ എന്നും താങ്ങി നടത്തുന്നു നീ. താങ്ങി നടത്തുന്നു നീ. താങ്ങി നടത്തുന്നു നീ. താങ്ങി നടത്തുന്നു.